ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് കുറേയധികം സാമ്പാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഉള്ളി സാമ്പാർ, മുള്ളങ്കി സാമ്പാർ, അതുപോലെ തന്നെ സാമ്പാർ കൂടി ഇല്ലാത്ത സാമ്പാർ, അങ്ങനെ വളരെയധികം സാമ്പാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ചെയ്യുന്നൊരു സാമ്പാറാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇത് ഒത്തിരി പേരോട് റിക്വസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെ, ഇഡ്ഡലി, ദോശ, വട ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് തുവരപ്പരിപ്പാണ്. അത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി കുക്കർ മൂടി പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ സ്റ്റൗവിൽ വെച്ച് ഒരു 3-4 വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കാം. സാമ്പാറിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വഴുതനങ്ങ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വളരെ ചെറിയൊരു ഉരുളക്കിഴങ്ങാണ്. ക്യാരറ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് ചുവന്നുള്ളിക്ക് പകരമായിട്ട് നമുക്ക് സവാള വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ കുറച്ച് കോവക്ക എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 വെണ്ടക്ക ഇതുപോലെ നീളമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് വറുത്തിട്ടാണ് സാമ്പാറിൽ ചേർക്കുന്നത്. വെണ്ടക്ക നമുക്ക് വറുക്കാതെ വേണമെങ്കിൽ സാമ്പാറിൽ ചേർക്കാം. പക്ഷെ വറുത്ത് ചേർക്കുമ്പോഴത്തേക്കും വെണ്ടക്ക കൂടുതൽ വെന്ത് വഴുവഴുപ്പ് വരികയുമില്ല, നല്ല ടേസ്റ്റുമായിരിക്കും സാമ്പാറിന്. ഒരു മീഡിയം തക്കാളി കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. നമുക്ക് വേണമെങ്കിൽ മുരിങ്ങാക്കോല്, കുമ്പളങ്ങ അതുപോലെയുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിഴിഞ്ഞൊന്ന് മാറ്റി വെക്കണം. ഇനി ഞാൻ സാമ്പാറിനായിട്ട് എടുത്തിരിക്കുന്നത് കായമാണ്. ഇതുപോലെയുള്ള കട്ട പെരുങ്കായമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കായപ്പൊടി വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഈ കായം ചേർക്കുമ്പോഴത്തേക്കും സാമ്പാർ നല്ല ടേസ്റ്റും നല്ല മണവുമായിരിക്കും. ഇപ്പം നമ്മുടെ പരിപ്പ് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടക്കയും തക്കാളിയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പാകത്തിന് വെള്ളമെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലെ പാകത്തിന് വെള്ളമെല്ലാം ഉണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. പച്ചക്കറി ചേർത്തതിന് ശേഷം വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ സമയം തൊട്ട് വേവിക്കരുത്. ഒറ്റ വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ടാൽ മതി. കൂടുതൽ സമയം നമ്മൾ കുക്കർ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ വെന്തുടഞ്ഞു പോകും. ഇപ്പോൾ കുക്കർ സ്റ്റവിൽ വെച്ചിട്ട് ഒരു സ്റ്റീം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇനി വെണ്ടക്ക ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കണം. വെണ്ടയ്ക്ക് ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. തിരിച്ച് മറിച്ച് വെച്ച് വെണ്ടയ്ക്ക ഒന്ന് സോഫ്റ്റായി പുറമൊക്കെ ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ വെണ്ടയ്ക്ക പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാനിവിടെ കുക്കർ തുറന്നിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല പച്ചക്കറി. ഇനി നമുക്ക് ഈ വറുത്തെടുത്ത വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വേകുന്നവരെ കുക്ക് ചെയ്യണം. ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം.
ഇത് സാമ്പാറിന് ആവശ്യമായ പൊടികളാണ്. 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് പൊടി ഒന്ന് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റ് സാമ്പാർ പൊടി വാങ്ങി ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത സാമ്പാർ പൊടി വെച്ച് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അപ്പം ഞാനൊരു സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ട് നോക്കാം. വെണ്ടക്കയും തക്കാളിയും പാകമായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കാം. ഇത് നമ്മൾ നേരത്തെ വെണ്ടക്ക വറുത്തെടുത്ത എണ്ണയാണ്. ഇതിലേക്ക് സ്വല്പം എണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. ഇതിലേക്ക് 2 നുള്ളു ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് മൂപ്പിക്കണം. ഇവ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടിയൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളറാവുന്നവരൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കണം. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി വഴറ്റിയെടുത്ത സാമ്പാർ മസാല നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ സാമ്പാർ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കുക്കർ വേറൊരു മൂടി വെച്ചൊന്ന് മൂടി ഒരു 5 മിനിറ്റും കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഇപ്പോൾ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങി ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമ്പാർ പാകമായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. അവസാനം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഈ നെയ്യ് ചേർക്കുമ്പോഴത്തേക്കും സാമ്പാർ നല്ല അടിപൊളി ടേസ്റ്റാണ്. നെയ്യ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇനി റെഡിയായ സാമ്പാർ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ സാമ്പാർ നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഈ സാമ്പാർ നല്ല സ്മെല്ലാണ്. നമ്മൾ പെരുങ്കായം ഉപയോഗിക്കുന്നതുകൊണ്ട് ആ കായത്തിൻ്റെ മണവും നെയ്യുടെ മണവും മല്ലിയിലയുടെ മണവും കൂടെ നല്ല കൊതിയൂറുന്ന ഒരു സ്മെല്ലാണ് ഈ സാമ്പാറിന്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇഡ്ഡലി, ദോശ ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ സാമ്പാർ ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റ് ഫ്ലഫി ഇഡ്ഡലിയാണ്. നല്ല പഞ്ഞു പോലത്തെ ഇഡ്ഡലിയാണ്. ഈ ഇഡ്ഡലിയുടെ റെസിപ്പിയുടെ വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ സാമ്പാർ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.